ഇനി നമുക്ക് നല്ല മീൻ കറിയും കപ്പ വേവിച്ചതും ഉണ്ടാക്കാമേ. അതിനാദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പം കടുകും കുറച്ച് ഉലുവയും കൂടിയിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുക. ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങളുടെ മീനിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാം കേട്ടോ. പിന്നീട് നമ്മളൊരു ചൂടുവെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കലക്കി വയ്ക്കുക. ഇതെന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ മുളക് പൊടി ഡ്രൈ ആയിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ആഡ് ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടുക. ഡ്രൈ കറിവേപ്പിലയാണ് കേട്ടോ. നമ്മൾക്കിപ്പം ഫ്രഷ് കറിവേപ്പില എപ്പോഴും അവൈലബിൾ ഉള്ളെങ്കിൽ നമ്മൾക്കിങ്ങനെ കറിവേപ്പില ഉണക്കി സൂക്ഷിക്കാം. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരുന്നോളും. അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് അതിൻ്റെ ആ ഒരു ഉലുവയുടെയും ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഒക്കെ സത്വം ഇറങ്ങും. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന മുളക് പൊടി മിശ്രിതം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് സോട്ടാവുന്നവിടെ വരെ എണ്ണ തെളിഞ്ഞ് വരണേ. അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കപ്പ റെഡിയാക്കാം. കപ്പയുടെ തൊലിയൊക്കെ പൊളിച്ച് നല്ല ഫ്രഷ് കപ്പയാണ് കേട്ടോ. നമുക്കിവിടെ കൊറിയറായിട്ട് കിട്ടും. നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചാൽ മതി. 2-3 ദിവസം എടുക്കും ഓർഡർ ചെയ്യുമ്പം. അപ്പോൾ കപ്പയൊക്കെ പൊളിച്ച് വരുന്ന സമയത്ത് മീനിൻ്റെ അരപ്പ് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുടംപുളി, നല്ല ചൂടുവെള്ളത്തിൽ വെച്ചേക്കുന്ന കുടംപുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കപ്പ കൊത്തിയെടുക്കണം. ചെറുതായിട്ട് കൊത്താം, വേണമെങ്കിൽ വലിയ സൈസായിട്ടും കൊത്താം. ഇത് നന്നായിട്ട് വേകുന്ന കപ്പ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വലുതായിട്ടാണ് കൊത്തിയേക്കുന്നത്. അപ്പോൾ കപ്പ നന്നായിട്ട് കൊത്തിയെടുത്ത് അത് കഴുകിയെടുക്കണം. 3-4 തവണ കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് തിളയ്ക്കാൻ വയ്ക്കാം. ഓക്കെ, സോ വൈൽ ദാറ്റ് ടൈം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ചേക്കുന്ന മീൻ കഷ്ണം ആഡ് ചെയ്യാം. മീൻ കഷ്ണം ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഒരുപാട് നമ്മൾ സ്പൂൺ ഇട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഉലുവാപ്പൊടി ആഡ് ചെയ്യണം. അതാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഓക്കെ, കപ്പ ഗ്യാസിൽ വെച്ച് തിളച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം ഊറ്റി കളയുക. അപ്പോൾ അതിങ്ങനെ ഇരിക്കും. സാധാരണ നമ്മൾ തേങ്ങ, ഒരു കഷ്ണം വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകൊക്കെ വെച്ച് ചതച്ച് ചേർക്കാണ് ചെയ്യുന്നത്. പക്ഷേ തേങ്ങ ഇന്ന് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലിലേക്ക് മഞ്ഞൾ കലക്കി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഡ്രൈ ആയി വരും കേട്ടോ. വെള്ളം പറ്റി ഡ്രൈ ആവും. ഇത് നോക്കി. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. കുറേ നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പറ്റി വരും കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഞാനൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കപ്പ വേവിച്ച് അതിൻ്റെ കൂടെ കഴിക്കാൻ. കട്ടൻ കാപ്പി ഇതിന് നല്ല കോമ്പിനേഷനാണ്. ഇത് നോക്കിയാൽ ചട്ടിയുടെ ആ ചൂടുണ്ട്. മീൻകറി നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ എടുക്കാം. മീൻകറി ഒഴിച്ച് കട്ടൻ കാപ്പിയും കൂട്ടി നമുക്കൊന്ന് കഴിക്കാം. നിങ്ങൾക്കും തരാം കേട്ടോ. സൂപ്പറല്ലേ?